ഹായ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവാനിയ മോളുടെ പ്രീ ബർത്ത്ഡേ ഫോട്ടോഷൂട്ടായിരുന്നു. ഇതിനുവേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്ത പ്ലേസ് ഹൊറിസോൺ ഹിൽസ് ആണ്. ഇത് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഞങ്ങൾ സെർച്ച് ചെയ്തിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതുകൊണ്ടാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധനങ്ങളെല്ലാം റെൻറ്റിന് എടുത്തിട്ടാണ് ഫോട്ടോഷൂട്ടിന് വേണ്ടി ആദ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് റെൻറ്റിന് എടുത്തത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പന്തിരങ്കം ഒരു ഷോപ്പുണ്ട്, മേക്ക് മൈ പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള. അവിടെ നിന്നാണ് ഞങ്ങൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെൻറ്റിന് എടുത്തത്. ഇവിടെ ഫോട്ടോഷൂട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പിലെത്തണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റെൻറ്റിനെടുത്ത സാധനങ്ങളും പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് ഏറ്റവും ടോപ്പിലേക്ക് ഞങ്ങൾ നടന്ന് അങ്ങനെ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ആരംഭിച്ചു. ഫോട്ടോഷൂട്ടിന് വേണ്ടി ഞങ്ങൾ സെലക്ട് ചെയ്തത് C4 ക്യാം ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ടീമിനെ ആയിരുന്നു. ഇവർ തന്നെയായിരുന്നു ഞങ്ങൾ മാരേജിൻ്റെ ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവരെ വീണ്ടും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഫോട്ടോ എടുക്കുന്ന ടൈമിൽ. അങ്ങനെ 2-3 ഫോട്ടോസ് നല്ലത് എടുക്കാൻ തുടങ്ങി. പിന്നെ മൊത്തത്തിൽ ക്ലൈമറ്റ് മാറി, പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. നമുക്ക് ടോപ്പിലായതുകൊണ്ട് തന്നെ വേറെ സ്ഥലത്തേക്ക് മാറാനുള്ള ഓപ്ഷനൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ഞങ്ങൾ ഈ മഴ പെയ്ത ടൈമിൽ മഴ കൊള്ളിക്കുന്ന വെച്ച് പെട്ടെന്ന് തന്നെ മോളെ എടുത്ത് പിന്നെ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ള തീംസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം പെട്ടെന്ന് നമുക്ക് എടുത്ത് മാറ്റാനുള്ള വേറൊരു പ്ലേസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു മരത്തിന് ചോട്ടിലേക്കാണ് ഞങ്ങളത് സെറ്റ് ചെയ്തതെല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ടൈമിൽ നമ്മൾ കുറേ ബലൂൺസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം പറന്നു പോയി. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തു, ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുകയോ നോക്കിയിട്ട്. പക്ഷേ എന്നിട്ടും എന്ത് ചെയ്യുക, ക്ലൈമറ്റിന് ഒരു മാറ്റം വന്നില്ല. മഴ കൂടുതൽ ശക്തിയോടെ പെയ്യാനാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. മഴ മാറിയതിന് ശേഷം വീണ്ടും ഫോട്ടോഷൂട്ട് ആരംഭിച്ചു. ഞങ്ങളൊരു ടീം സെറ്റ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാലാവസ്ഥ കാരണം ഫോട്ടോഗ്രാഫർ ഒരു ടീം പറഞ്ഞു തന്നു. അതിനനുസരിച്ച് ഞങ്ങൾ ഫോട്ടോസ് എടുത്തത്. പിന്നെ ആ ടൈമിൽ എടുത്ത ഫോട്ടോസും കാര്യങ്ങളാണ് വീഡിയോയിൽ കംപ്ലീറ്റ് ഉള്ളത്.